ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹൽവയാണ്. ക്യാരറ്റും തേങ്ങാപ്പീരയും വെച്ചിട്ടുള്ളൊരു ഹൽവയാണ് ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് ഒന്ന് ഓൾ കൊടുത്തേക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ പിന്നെ തുടർന്ന് ആഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഹൽവയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 3/4 ബൗൾ തേങ്ങാപ്പീരയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് ക്യാരറ്റ് ജ്യൂസാണ്. ഇതെന്ന് പറയുന്നത് ഞാൻ ഒരു മീഡിയം സൈസ് ക്യാരറ്റിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വാട്ടറും കൂടി ആഡ് ചെയ്ത് ജ്യൂസാക്കി എടുത്തതാണ്. അതിന് നന്നായിട്ട് പിഴിഞ്ഞ് അരിപ്പ വെച്ച് അരിച്ചെടുത്തേക്കുന്നതാണിത്. ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഞാൻ 1/4 കപ്പ് കോൺഫ്ലോറാണ് എടുത്തേക്കുന്നത്. ഈ ഒരു കപ്പിലാണ് എടുത്തേക്കുന്നത്. 1/4 കപ്പ് കോൺഫ്ലോർ, അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്യുക. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒട്ടും തരി കാണാൻ പാടില്ല, അത്രയ്ക്ക് നന്നായിട്ട് വേണം നമ്മളതിനെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാൻ മറ്റേ ബൗളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു വലിയ ബൗളിലോട്ട് ഇതിപ്പോൾ മാറ്റിയേക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പീര ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങാപ്പീര ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങാപ്പീര ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓൺ ആക്കുക. നന്നായിട്ട് നമുക്ക് അതിനെ കിണ്ടി കൊടുക്കണം. അടിയിൽ പിടിക്കാൻ പാടില്ല പാനിൻ്റെ. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിന് വേണ്ടിയിട്ട് ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാനിൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ബ്രൗണിലാണ് വരേണ്ടത് തേങ്ങാപ്പീര. ആദ്യം നമ്മൾ തേങ്ങാപ്പീര എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ അത് പാനിലിട്ട് ചൂടാക്കുന്നതനുസരിച്ചിട്ട് അത് നല്ല സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. കണ്ടോ, ഇങ്ങനെ നല്ല സെപ്പറേറ്റ് ആയിട്ട് വരും. അത് തേങ്ങാപ്പീരയുടെ കളർ നന്നായിട്ട് ചേഞ്ചായി വരുന്നുണ്ട്. നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ പാന് ഇതിൽ നിന്ന് എടുത്ത് മാറ്റുക. ഞാനത് വേറൊരു പ്ലേറ്റിലോട്ട് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. കണ്ടോ, വേറൊരു പാൻ എടുത്തു, സ്റ്റൗ ഓൺ ചെയ്തു. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ക്യാരറ്റ് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഷുഗറാണ്. ഞാൻ ഈ ബൗളിൽ ഒരു 3/4 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ കുറേശ്ശെ ആഡ് ചെയ്യാവുള്ളൂ. ഒരുമിച്ച് നമ്മൾ ഷുഗർ മിക്സ് ചെയ്ത് കൊടുക്കരുത് ജ്യൂസിലോട്ട്. കണ്ടോ, നല്ല കട്ടിയായിട്ട് ഒരു ലൈറ്റ് ലിക്വിഡായിട്ട് വരും. ഒരുപാട് കട്ടിയാവണ്ട നമുക്കത്. ഈ ഒരു പരുവത്തിന് നമ്മളാക്കിയെടുക്കുക. കണ്ടോ, ഒരുപാട് ലിക്വിഡും ആയിട്ടില്ല, ഒരുപാട് കട്ടിയായിട്ടില്ല. ഒരു മീഡിയം ലെവലിലിരിക്കണം. ഇനി ഇത് കട്ടിയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരുന്ന കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കരുത്, കുറേശ്ശെ വേണം നമ്മൾ കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കാനായിട്ട്.
ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതനുസരിച്ച് കോൺഫ്ലവർ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഫ്ലെയിം എന്ന് പറയുന്നത് ഹൈ ഫ്ലെയിമിൽ വിട്ട് നിങ്ങൾ ചെയ്യരുത്. ലോ ഫ്ലെയിമിൽ അല്ലെന്നുണ്ടെങ്കിൽ മീഡിയം ലോ അങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുക. ഒരു 20 to 25 മിനിറ്റ്സോളം എടുക്കും ഇതൊന്ന് സെറ്റായി കിട്ടാനായിട്ട് നമുക്ക്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണിന് വേണ്ടി ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. നമ്മൾ എടുത്ത് വെച്ചിരുന്ന നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന തേങ്ങാപ്പീരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല കട്ടിയായിട്ട് വരും കേട്ടോ. ഇതിലേക്ക് കുറച്ച് കാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനത് പൊടിച്ചാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. നല്ല കട്ടിയായിട്ട് വരും. ഹൽവയുടെ പാകം എന്ന് പറയുന്നത് നമ്മൾ ഇളക്കുന്നതനുസരിച്ചിട്ടാണ്. കണ്ടോ, ആ സൈഡെല്ലാം നല്ല വെള്ള കളറിലായിട്ട് വരുന്നുണ്ട്. നമ്മൾ എത്രത്തോളം ഇളക്കുന്നോ അത്രത്തോളം നല്ലത്. കണ്ടോ, ആ സൈഡെല്ലാം നല്ല വെള്ളയായിട്ട് വരുന്നുണ്ട്. നല്ല കട്ടിയാണ് കേട്ടോ. അതുവരെ നല്ല സെറ്റായി വരുന്നതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നമുക്കിത് വേറൊരു ബൗളിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ചൂടായതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. കാര്യം നമ്മൾ പെട്ടെന്ന് തന്നെ വേറൊരു ബൗളിലോട്ട് മാറ്റണം. ആ ബൗളെന്ന് പറയുന്നത് നന്നായിട്ട് എണ്ണ ഒഴിച്ച് ഗീയോ എന്തെങ്കിലും വെച്ച് പുരട്ടി മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗളായിരിക്കണം. ഞാനപ്പോൾ ഇതൊരു ബൗളിലോട്ട് ഇപ്പോൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂർ, കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും ഇത് ഇതേപോലെ വെച്ചിട്ട് വേണം നിങ്ങൾ അത് ഇളക്കിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഹൽവ ഒന്ന് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിൻ്റെ സൈഡ് ഫസ്റ്റ് നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് പിച്ചാത്തിയുടെ സൈഡോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് ബൗളിൽ നിന്ന് വീഴത്തില്ല. കണ്ടോ, നമ്മുടെ ഹൽവ നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി തന്നെ നിങ്ങൾ എടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ കിട്ടത്തുള്ളൂ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. നിങ്ങൾ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.